സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോഡൽ എക്സാം ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ ദുർഗേഷ് നന്ദിനിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ ദുർഗേഷ് നന്ദിനി. കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം പർവ്വത നിരകൾക്കിടയിലാണ്? കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം പർവ്വത നിരകൾക്കിടയിലാണ്? പീർ പാഞ്ചലിനും ഹിമാദ്രിക്കും ഇടയിലാണ് കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. പീർ പാഞ്ചൽ, ഹിമാദ്രി. സഖാവ് നാടകം ആരുടെ കഥ പറയുന്നു? സഖാവ് എന്ന നാടകം ആരുടെ കഥയാണ് പറയുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. കൃഷ്ണപിള്ളയാണ്. ഓപ്ഷൻ സി, കൃഷ്ണപിള്ള. നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 50 ആണ്. അനുച്ഛേദം 50. ഭാരതത്തിലെ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച മൻ കി ബാത്ത് പരിപാടി ആദ്യമായിട്ട് പ്രക്ഷേപണം നടത്തിയത് എന്നാണ്? ഭാരതത്തിലെ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുന്നതിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചതാണ് മൻ കി ബാത്ത് എന്നത്. അപ്പം മൻ കി ബാത്ത് പരിപാടി ആദ്യമായിട്ട് പ്രക്ഷേപണം നടത്തിയത് എന്നാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2014 2014 ഒക്ടോബർ 3 2014 ഒക്ടോബർ 3. റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഓപ്ഷൻ ഡി, കേരളം. താഴെ പറയുന്നവയിൽ വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗം. മഞ്ഞപ്പിത്തം. ഓപ്ഷൻ സി, മഞ്ഞപ്പിത്തം. ശിശു മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. ശിശു മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം കേരളം. പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവര സാങ്കേതിക വിദ്യ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേരെന്ത്? പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവര സാങ്കേതിക വിദ്യ പഠനവും വ്യാപിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേര് കൈറ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കൈറ്റ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ എ, മൗലാന അബ്ദുൽ കലാം ആസാദ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ സിങ്കിന്റെ അയിരാണ് കലാമിൻ, സിങ്ക്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത്? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്, കവരത്തി. ദേവി സിംഗിന്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്ന സ്ഥലം. ദേവി സിംഗിന്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്നത് എവിടെയാണ്? മധുരയിലാണ്. ഓപ്ഷൻ ഡി, മധുര. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിച്ചിട്ടുള്ളത് ത്രിപുരയിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ത്രിപുര. വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്, വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്, ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ 70mm ഫീച്ചർ സിനിമ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 70mm ഫീച്ചർ സിനിമ എറൗണ്ട് ദി വേൾഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എറൗണ്ട് ദി വേൾഡ്. BCG എടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനെ പ്രതിരോധിക്കാനാണ്? BCG ട്യൂബർകുലോസിസിനെ പ്രതിരോധിക്കാനാണ്. ട്യൂബർകുലോസിസ്.
താഴെ പറയുന്ന നൃത്തരൂപങ്ങളിൽ ഏതാണ് തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ചത് ഏതാണ്? ഭരതനാട്യമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഭരതനാട്യം. തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സുപ്രീം കോടതി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് 1858. ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. ശരീരത്തിന്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ് എത്തിക്കുന്നത്? ശരീരത്തിന്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ് എത്തിക്കുന്നത്? വലത് ഓറിക്കളിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, വലത് ഓറിക്കൾ. ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയമാണ്. അലൂമിനിയം. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ആര്? പൊയ്കയിൽ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ആരായിരുന്നു? ഉത്തരമിട്ടത് ജനറൽ ഡയർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജനറൽ ഡയർ. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏതാണ്? സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്ന് അറിയപ്പെടുന്നത്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ പൽപ്പു ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഡോക്ടർ പൽപ്പു. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ആര്? ജി ശങ്കരക്കുറുപ്പാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജി ശങ്കരക്കുറുപ്പ്. ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ഷൈനി വിൽസൺ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഷൈനി വിൽസൺ ആണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത. കൃഷ്ണഗാഥയുടെ കർത്താവ് ആര്? ചെറുശ്ശേരിയാണ്. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി. കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമാണ് നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. കൊല്ലം. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമമാണ് സേവന അവകാശ നിയമം. ഓപ്ഷൻ സി ആണ് ഉത്തരം, സേവന അവകാശ നിയമം. പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം. ചൊവ്വ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? 1859 എവിടെയാണ്? ആലപ്പുഴയിൽ സ്ഥാപിച്ചത് കയർ ഫാക്ടറി. ആരാണ്? ജെയിംസ് ഡാറ. ഏത് രാജ്യക്കാരനായിരുന്നു? അയർലൻഡ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏത്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കുന്നത് സമത്വ സമാജത്തെയാണ്. സമത്വ സമാജം.
ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രി ഏറ്റവും വടക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഭഗത് സിംഗ്. എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിലുള്ളത്? മൗലിക കടമകളുടെ എണ്ണം 11, മൗലിക അവകാശങ്ങൾ 6. പാർലമെന്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ്? പാർലമെന്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്രധാനമന്ത്രി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാട്. ഓപ്ഷൻ എ ആണ് ഉത്തരം, മലനാട്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? മയ്യഴി ഗാന്ധി. IK കുമാരൻ മാസ്റ്റർ ആണ്. IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് IK കുമാരൻ മാസ്റ്റർ. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം വെള്ളി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വെള്ളി. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് 212 ആണ്. 212. കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സുകൃതം പദ്ധതി ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്യാൻസർ. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഗേഡ കർഷക സമരം നടന്ന വർഷം. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഗേഡ കർഷക സമരം നടന്നത് 1918. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1918. ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം. ത്രിവർണ പതാക ദേശീയ പതാകയായിട്ട് സ്വീകരിച്ചത് 1947. ഓപ്ഷൻ ബി, 1947. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, 2695 മീറ്റർ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ജാതിഭേദം മതദോഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ജാതിഭേദം മതദോഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. അരുവിപ്പുറം ക്ഷേത്രം. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കിയത്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്